ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഗസയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അപൂർവമായിട്ടാണ് റഷ്യയുടെ പ്രസിഡന്റിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് ആദ്യൊരു പ്രസ്താവന ഉണ്ടായത് ഇസ്രായേൽ ഗസയിലെ ആശുപത്രി ആക്രമിച്ച് 600ഓളം ഫലസ്തീനികളെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിരപരാധികളാണെങ്കിൽ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ഗസയിലേക്ക് ഇത്തരം ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് തെളിയിച്ചു കൊടുക്കണം എന്നായിരുന്നു അന്ന് പുടിൻ പറഞ്ഞിരുന്നത്. അത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. അതിനുശേഷം കൃത്യമായ രീതിയിലുള്ള മറുപടി പോലും ഇസ്രായേലിൽ പറയാനുണ്ടായിട്ടില്ല. ഇപ്പോൾ പുടിൻ പറയുന്ന കാര്യം ഗസയിൽ നിന്ന് സൈന്യത്തെ പിന്മാറ്റണം, അതോടൊപ്പം തന്നെ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായിട്ട് സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിക്കാൻ ആവശ്യമായിരിക്കും നടപടിയെടുക്കണം. അവസാനിക്കാത്ത ഒരു യുദ്ധമുഖമാണ് ഇപ്പോൾ ഇസ്രായേൽ തുറന്നത്. ഒരിക്കലും അവർക്ക് ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകാതെ നിലനിൽക്കുകയില്ല. അത് അവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒമാൻ്റെ വിദേശകാര്യമന്ത്രി റഷ്യയിൽ സന്ദർശനം നടത്തിയോടനുബന്ധിച്ച് അവർ തമ്മിലുള്ള അഭിമുഖത്തിൻ്റെ ഭാഗമായി ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ കാര്യം സംസാരിച്ചത്. തങ്ങളുടെ നിലപാട് വ്യക്തമാണെന്നും തങ്ങൾ ഫലസ്തീനോടൊപ്പമാണെന്നും ഇസ്രായേലിൻ്റെ നരമേധത്തെ ന്യായീകരിക്കുകയില്ല എന്നും അത് അംഗീകരിക്കുകയില്ല എന്നുകൂടി യഥാർത്ഥത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുകയാണ്.